ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള വെനസ്ഡേ സീസൺ 2 ബാക്കി എപ്പിസോഡുകളാണ്. ഇതിന്റെ കഴിഞ്ഞ 4 എപ്പിസോഡ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. സോ അത് കാണാത്തവർ വേഗം തന്നെ അത് കണ്ടിട്ട് വേണേ ഈ ഒരു എപ്പിസോഡ് കാണാനായിട്ട്. സോ എനിവേ സീസൺ 2 4 എപ്പിസോഡിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് നേരെ 5ാമത്തെ എപ്പിസോഡിലേക്ക് പോകാല്ലേ. അപ്പോൾ ഈ ഒരു സീസണിൽ വളരെ വ്യത്യസ്തമായിട്ട് വന്ന ഒരു എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെനസ്ഡേയുടെ കണ്ണിൽ നിന്ന് ഒരുമാതിരി ബ്ലാക്ക് ടിയേഴ്സ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം വെനസ്ഡേ അവളുടെ സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റിനെ ഒരുപാട് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് അവന്റെ ഓവർ യൂസേജ് കാരണം അവളുടെ സൈക്കിക് എബിലിറ്റി തന്നെ ഇപ്പൊ അവൾക്ക് നഷ്ടപ്പെട്ടു പോകുകയാണ്. അതുപോലെ തന്നെ ഈ പക്ഷികളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ജൂഡി എന്ന വില്ലത്തിനെയും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ലൂയിസ് എന്ന മിഷൻ സ്റ്റാർട്ട് ചെയ്ത് സ്കിൽഡ് ആയിട്ടുള്ള ഔട്ട്കാസ്റ്റുകളുടെ മേൽ കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി അവളുടെ ആ ഒരു പവറൊക്കെ കളയാൻ അവളുടെ അച്ഛന്റെ മിഷനാണ് ഇപ്പൊ അവളും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ഔട്ട്കാസ്റ്റുകളെ അവൾ പിടിച്ചു വെക്കുകയും വെനസ്ഡേ അവരെല്ലാവരും റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഇടയിൽ തന്നെ അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എന്നിട്ട് അവള് കാരണം മരിച്ചു പോകും എന്നുള്ളൊരു പ്രീമണിഷൻ കൂടി അവൾക്ക് കിട്ടിയിട്ട് ഹൈഡായി മാറിയ ടൈലറിന്റെ അടുത്ത് നിന്നൊക്കെ വെനസ്ഡേ എന്നിട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതേ നേരം ആ ഒരു ഹോസ്പിറ്റലിനകത്ത് ലോക്ക് ചെയ്യപ്പെട്ട് കിടന്നിരുന്ന ഹൈഡായ ടൈലർ ഇപ്പോൾ ഒരു അവസരം കിട്ടുമ്പോൾ അവനോട് എപ്പോഴും ഓർഡർ ചെയ്യാറുണ്ടായിരുന്ന അവന്റെ മാസ്റ്ററിനെ കൊന്നിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവൻ ചാടി പോകുന്ന വഴിക്ക് വെനസ്ഡേ എങ്ങനെയൊക്കെ ആ ഒരു ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് വീണ് അവളിപ്പോ കോമയിലേക്ക് കടക്കുന്നവരെയാണ് കഴിഞ്ഞ 4 എപ്പിസോഡിന്റെ ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മുടെ സീസൺ 2 5ാമത്തെ എപ്പിസോഡോടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് വീണ് കോമയിലായിരുന്ന വെനസ്ഡേ ഇപ്പോൾ കണ്ണു തുറക്കുമ്പോൾ അവൾ ആദ്യം തന്നെ കാണുന്നത് മരിച്ചുപോയ അവളുടെ പണ്ടത്തെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള വീംസിനെ ആയിരുന്നു. പിന്നെ വീംസിനെ പെട്ടെന്ന് കാണുമ്പോൾ ഇനി ശരിക്കും താൻ മരിച്ചുപോയതും താനിപ്പോ നരകത്തിലാണോ നിൽക്കുന്നതെന്നൊക്കെ വെനസ്ഡേ ആകെ ഡൗട്ടായിട്ട് ചോദിക്കുമ്പോൾ പേടിക്കണ്ട, നീ ഇപ്പൊ നരകത്തിലൊന്നല്ലെന്ന്, ഗൂഡിക്ക് ശേഷം ഞാനാണ് നിന്റെ പുതിയ സ്പിരിറ്റ് ഗൈഡ് എന്നും ഇപ്പൊ പ്രിൻസിപ്പൽ ആയിട്ടുള്ള വീംസ് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് വെനസ്ഡേ ആകെ ഷോക്ഡ് ആയിട്ട് പോവാണ്. കാരണം ഇവിടെ ഏതെങ്കിലും ഒരു ആൻസെസ്ട്രൽ റിലേറ്റീവിന് മാത്രമേ ഇവരുടെ സ്പിരിറ്റ് ഗൈഡ് ആവാനായിട്ട് പറ്റുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു കാര്യത്തിനെ പറ്റി അവള് പ്രിൻസിപ്പലിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവുന്ന പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ തന്റെ സൈക്കിക് എബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് താൻ എങ്ങനെ അതിനെ റീഗെയിൻ ചെയ്യുന്ന വെനസ്ഡേ ഇപ്പൊ ചോദിക്കുമ്പോൾ അത് റീഗെയിൻ ചെയ്യാനായിട്ട് നീ തന്നെ വിചാരിക്കണമെന്നും അത് ചെയ്യാൻ നിനക്ക് മാത്രം പറ്റുള്ളൂ എന്ന് പ്രിൻസിപ്പൽ ഇപ്പൊ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇപ്പൊ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ നമ്മൾ കാണിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറും കുറെ പേഷ്യൻസ് ഒക്കെ അന്ന് നടന്ന ആക്സിഡന്റിൽ കുറച്ച് പേരൊക്കെ മരിച്ചു പോവുകയും കുറച്ച് പേരൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയും 3 പേരും കൂടി പിടിയിലാവാനുണ്ടെന്നും അവര് വളരെ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള 3 പേരാണെന്നും അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ ഷട്ട് ഡൗൺ ചെയ്യാണെന്നും ജൂഡി പറയുന്നുണ്ട്. ഇതുവരെ കണ്ടെത്താത്ത 3 പേര് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ വെനസ്ഡേയുടെ അങ്കിളായിട്ടുള്ള ഫെസ്റ്ററും വെനസ്ഡേയുടെ അനിയനായിട്ടുള്ള പക്സ്ലി എടുത്തുകൊണ്ട് വളർത്തിയിരുന്ന അവന്റെ ആ ഒരു സോംബിയും ഹൈഡായി മാറി ഓടിപ്പോയ ടൈലറും തന്നെയായിരുന്നു. അങ്ങനെ അതിനുശേഷം ജൂഡി ആരെയോ ഫോൺ വിളിച്ചിട്ട് താൻ പിടിച്ചു വെച്ച ലോക്കിൽ നിന്ന് എക്സ്കേപ്പ് ചെയ്തു പോയ പേഷ്യന്റ് നമ്പർ 1938 കിട്ടിയോന്ന് ആരോട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. പേഷ്യന്റ് നമ്പർ 1938 ആരാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 4ാമത്തെ എപ്പിസോഡിൽ വെനസ്ഡേ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് പേരെ രക്ഷിച്ചപ്പോൾ അതിലേറ്റവും അവസാനത്തെ മുറിയിൽ വളരെ അബാൻഡൻഡ് ആയിട്ട് ഒറ്റപ്പെട്ട് ലോൺലി ആയിട്ട് ഇരിക്കുന്ന ഒരു പാവം സ്ത്രീയെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും ആ സ്ത്രീയാണ് ഈ പേഷ്യന്റ് നമ്പർ 1938. ഇതേ നേരം കോമയിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ട് വെനസ്ഡേ ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അവളുടെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്യുന്ന നേരത്തേക്ക് അവൾക്ക് ഒരു ലെറ്റർ കിട്ടുന്നുണ്ട്. അതിൽ അവള് മേനിടും ഇന്ന് രാത്രി മരണപ്പെടുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാരാ തനിക്ക് തന്നേന്ന് അറിയാൻ അവള് ചുറ്റും നോക്കുമ്പോൾ ദൂരെയായിട്ട് നിൽക്കുന്ന ടൈലറിനെ അവൾ കാണുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ ടൈലർ ഇനിയും വെനസ്ഡേനെയും എന്നിഡിനെയും വിട്ടിട്ടില്ലെന്നും അവൻ ഇന്ന് രാത്രി തങ്ങളെ രണ്ടുപേരെയും കൊല്ലാനായിട്ട് വീണ്ടും എത്തുമെന്നും വെനസ്ഡേക്ക് ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് അവൾ നേരെ തന്നെ അവളുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവളെ കാണുന്ന എന്നിഡിന് വളരെ സന്തോഷമാകുന്നുണ്ട്. ഇതേ നേരം തന്നെ അവളുടെ പുതിയ സ്പിരിറ്റ് ഗൈഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ വീംസ് ആ റൂമിൽ നിൽക്കുന്ന കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ വെനസ്ഡേ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇത് കേട്ടിട്ട് എന്നിടാകട്ടെ നീ ആരോടാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്നും ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ട്. കാരണം വെനസ്ഡേയുടെ സ്പിരിറ്റ് ഗൈഡ് ആയിട്ടുള്ള വീംസിനെ മറ്റാർക്കും കാണാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഇതേ നേരം തന്നെ വെനസ്ഡേ ഇന്ന് രാത്രി നമ്മളെ കൊല്ലാനായിട്ട് ടൈലർ ഹൈഡായിട്ട് വീണ്ടും വരുമെന്നും അതുകൊണ്ട് തന്നെ നീ ഇപ്പൊ ഇവിടെ നിന്ന് നിന്റെ വീട്ടിലേക്ക് പോയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാനായിട്ടും വെനസ്ഡേ അവളുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും എന്നിടിനാകട്ടെ വെനസ്ഡേ പറയുന്നൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല അന്നത്തെ ആ ഒരു ദിവസത്തിന് എവർമോറിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് അവിടെ നിന്ന് മരിച്ചു പോയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിന് വേണ്ടിയിട്ടും അന്ന് രാത്രി അവർ ഒരു മെമ്മോറിയൽ ആയിട്ടുള്ള സർവീസ് നടത്തിക്കൊണ്ട് വന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ കുറെ ഗെയിംസും എന്റർടൈൻമെന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ പുതിയ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡോർട്ട് പറയുമ്പോൾ ഇവൻ ആരാണെന്നും അടുത്ത പ്രിൻസിപ്പളുടെ ലിസ്റ്റിൽ ഇവന്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നും വെനസ്ഡേയുടെ സ്പിരിറ്റ് ഗാർഡ് ആയിട്ടുള്ള വീംസ് പറയുന്നുണ്ട്. മാത്രമല്ല അവളെ പോലെ ലൈഫ് തന്നെ നെവർമോറിന് വേണ്ടി മാറ്റിവെച്ച് മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ചെറിയ ഒരു സ്മരണ പോലും ആരും തന്നെ അവൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള വിഷമത്തിലും കൂടിയാണ് വീംസ്. ഇതേ നേരം വെനസ്ഡേയുടെ അനിയനായിട്ടുള്ള പക്സ്ലിയെ കാണിക്കുമ്പോൾ അവൻ ഒരു പെറ്റായിട്ട് കൂടെ കൊണ്ട് നടന്നിരുന്ന അവന്റെ ഒരു ഫ്രണ്ടായി അവൻ കണ്ടിരുന്ന ആ ഒരു സോംബി ഓടിപ്പോയതിലും ഇപ്പൊ എവിടെയായിരിക്കും എന്തിയായിരിക്കും എന്നാലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ് പക്സ്ലി. അങ്ങനെ അവന്റെ ഈ ഒരു വിഷമം കണ്ട് അവന്റെ അച്ഛനായിട്ടുള്ള ഗോമസ് ഇപ്പോൾ അവന്റെ അടുത്ത് വന്ന് അവൻ ഈ ഒരു കാര്യത്തിൽ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത്
ഇപ്പൊ നമ്മുടെ ഹൈഡായി മാറിയ ടൈലറിനെ കാണിക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഹൈഡുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടെ മാസ്റ്ററിനെ തന്നെ കൊന്നുകളയുക എന്നത്. അങ്ങനെ അത്രയും വലിയൊരു പാപം ചെയ്തതുകൊണ്ട് അവനിപ്പോ മെന്റലി ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മരിച്ചുപോയ തന്റെ അച്ഛൻ തന്നെ അവനോട് നേരിട്ട് വന്ന് സംസാരിക്കുന്ന പോലുള്ള ഇല്യൂഷൻസ് ഒക്കെ ടൈലറിന് തോന്നുന്നുണ്ട്. അങ്ങനെ അവന്റെ മരിച്ചുപോയ അച്ഛൻ അവന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നിലയിൽ അവനെ കാണുമ്പോൾ അവൾക്ക് അത്രമാത്രം വിഷമം ഉണ്ടായിരിക്കുന്നു, അത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ എന്റെ അച്ഛൻ അങ്ങനെ നിന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളിലുള്ള ആ ഒരു ഹൈഡിന്റെ ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു മനോഭാവം പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെയാണ് ആ ഒരു കാട്ടിലേക്ക് 3 എസ്കേബേഴ്സിനെയും തേടിയിട്ട് ഒരു പോലീസുകാരൻ എത്തുന്നത്. അങ്ങനെ ഇപ്പൊ ആ ഒരു പോലീസുകാരൻ നേരിട്ട് തന്നെ ഒരു ഹൈഡിന്റെ മുമ്പിൽ പിടിക്കുകയും പിന്നീട് അവിടെ എന്താ നടക്കാന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇതേ നേരം തന്നെ ഹൈഡുകളെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അവരുടെ സ്കൂളിലെ മ്യൂസിക് ടീച്ചർ ആയിട്ടുള്ള കാപ്രീനെ പോയിട്ട് കണ്ടാൽ മതിയെന്ന് പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഡോക്ടർ പറയുമ്പോൾ വെനസ്ഡേ ഇപ്പൊ നേരെ കാപ്രീനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇതുപോലെ ഒരു ഹൈഡ് ആയിരുന്നെന്നും ഒരു മാസ്റ്റർ ഇല്ലാതെ ഒരു ഹൈഡിന് ഒരുപാട് നാളെന്തായാലും ജീവിക്കാനായിട്ട് പറ്റില്ലെന്നും പക്ഷെ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഹൈഡ് ആണെങ്കിൽ അവൾക്ക് അതിനുള്ള ഒരു പ്രത്യേകം എബിലിറ്റി ഉണ്ടെന്നും അവർ വളരെയധികം സ്ട്രോങ് ആണെന്നും ഇപ്പൊ മിസ് കാപ്രി വെനസ്ഡേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ പക്സ്ലിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പെറ്റ് ആയിട്ടുള്ള ആ ഒരു സോംബി ഇപ്പോ നേരത്തെ ടൈലർ കൊന്നിട്ട അതേ പോലീസുകാരനെ വന്നിട്ട് അയാളുടെ ബോഡി തിന്നുന്നതും അയാളുടെ കയ്യിലുള്ള ഫോട്ടോയിലെ ഒരു പേഷ്യന്റ് നമ്പർ 1938 ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സോംബി ആകട്ടെ ഇപ്പൊ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ തിന്നുന്നത് കാരണം കൊണ്ട് അവന്റെ ഫ്ലഷ് ഒക്കെ ഇപ്പൊ ഏകദേശം വന്നിട്ട് അവൻ പതിയെ ഒരു ഹ്യൂമൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേ ഇപ്പൊ അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യനെ പോയിട്ട് കണ്ടിട്ട് ഇവര് രണ്ടുപേരും ഇങ്ങനെ ഓക്വേർഡ് ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അവിടെ വേറൊരു പ്രസൻസ് ഉള്ളതായിട്ടും അത് മരിച്ചുപോയ പ്രിൻസിപ്പൽ വീംസുമായിട്ട് എന്തോ സാമീപ്യമുള്ള പോലെ മോർട്ടീഷ്യക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വെനസ്ഡേ ആകട്ടെ ഇപ്പോഴും അവളുടെ അമ്മയുടെ അടുത്ത് വീംസ് ആണ് തന്റെ പുതിയ സ്പിരിറ്റ് ഗൈഡ് എന്ന് പറയാനായിട്ട് റെഡി ആയിരുന്നില്ല. ഇതേ നേരം നമ്മുടെ ഇനിഡിനെ കാണിക്കുകയാണെങ്കിൽ നേരത്തെ അവളുടെ അടുത്ത് വെനസ്ഡേ ഇങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ലൈഫ് ഇപ്പൊ ഡേഞ്ചറിലാണെന്ന് പറഞ്ഞെങ്കിലും അപ്പൊ അത് അവൾ അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോൾ ഫുൾ മൂണിൽ മാത്രമേ എനിഡിന് ഒരു വോൾഫായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ഒരു ഫുൾ മൂൺ അല്ലാത്തതുകൊണ്ട് അവൾക്ക് ഒരിക്കലും ഒരു വോൾഫായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അതുകൊണ്ട് തന്നെ അവൾക്ക് പവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വെനസ്ഡേക്കും ഒറ്റയ്ക്ക് നിന്ന് ഹൈഡായ ടൈലറിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവളിപ്പോ നൈറ്റ് ഷെയ്ഡിലത്തെ മെമ്പേഴ്സിനൊക്കെ ഒരു മീറ്റിംഗിന് തിങ്ങിന്റെ ഹെൽപ്പോട് കൂടി വിളിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം അവൾ ഇൻവിസിബിൾ ആയിട്ട് ഒളിച്ചിരുന്ന വെനസ്ഡേയുടെ കട്ട ഫാനായിട്ട് അവൾ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തെന്ന് മാത്രം ചിന്തിച്ച് കിടക്കുന്ന ഒരു ആഗ്നസ് എന്ന് പറഞ്ഞ കുട്ടി കാണുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൾ ഈ ഒരു കാര്യം ഡയറക്റ്റ് ആയിട്ട് വെനസ്ഡേനെ ചെന്ന് അറിയിക്കുമ്പോൾ ആ നൈറ്റ് ഷെയ്ഡ്സ് എല്ലാവരും സീക്രട്ട് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു സീക്രട്ട് പ്ലേസിലൊക്കെ വെനസ്ഡേയും എത്തുന്നുണ്ട്. എന്നിട്ട് ഇന്ന് രാത്രി തന്നെയും എനിഡിനെയും ആക്രമിക്കാനായിട്ട് എന്തായാലും ടൈലർ ഇവിടേക്ക് എത്തുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം അവനെ കൊല്ലാനല്ല, പകരം അവന്റെ പുതിയ മാസ്റ്ററായിട്ട് അവനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് തന്റെ പ്ലാൻ എന്ന് അവളിപ്പോ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇതിനു മുമ്പ് ടൈലറിന്റെ മാസ്റ്റർ ആയിരുന്ന തോൺഹില് എങ്ങനെയാണോ ടൈലറിനെ ഒരു കെമിക്കലൊക്കെ കുത്തിവെച്ച് അവനെ അവളുടെ കൺട്രോളിലാക്കിയ അതുപോലെ തന്നെ ഇപ്പൊ വെനസ്ഡേയും ഒരു കെമിക്കൽ ഉണ്ടാക്കാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ്. അങ്ങനെ ഓൾറെഡി ആ ഒരു കെമിക്കൽ എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ള കാര്യങ്ങളും അത് കുത്തിവെച്ച് കഴിഞ്ഞാൽ വെനസ്ഡേക്ക് എളുപ്പത്തില് ടൈലറിന്റെ പുതിയ മാസ്റ്ററായിട്ട് അവനെ കൺട്രോൾ ചെയ്ത് അവൻ തന്നെയും എനിഡിനെയും ഉപദ്രവിക്കുന്നത് തടയാം എന്നതായിരുന്നു അവളുടെ പ്ലാൻ. അങ്ങനെ അതിനുവേണ്ട കെമിക്കലൊക്കെ അവൾ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ പ്രിൻസിപ്പൽ ആയിട്ടുള്ള വീം ഇത് വളരെ ഡേഞ്ചറസ് ആണെന്നും എങ്ങാനും ഒരു സ്റ്റെപ്പ് പാളിപ്പോയി കഴിഞ്ഞാൽ നിന്റെയും എനിഡിന്റെയും ലൈഫ് ഡേഞ്ചറിലാണെന്നും അവളെ വാൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെനസ്ഡേ ആകട്ടെ അതൊന്നും കേൾക്കാണ്ട് അവളുടെ ആ ഒരു ഡിസിഷനിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ മറ്റൊരിടത്ത് ഈ മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്ന ആ ഒരു ഇവന്റിലേക്ക് ഗോമസും പക്സ്ലിയും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് തന്നെ ഇപ്പൊ ആ ഒരു സോംബി വന്നിട്ട് അവിടെ കാഴ്ചകളൊക്കെ കാണാൻ വന്ന ഒരാളെ അറ്റാക്ക് ചെയ്യുകയും അയാളെ പിടിച്ച് തിന്നിക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു സെലിബ്രേഷൻ ഇപ്പോൾ കോളമായിട്ട് അവിടെ നിന്ന് എല്ലാവരും ഓടിപ്പോയിട്ട് അവിടെ ഫുള്ള് കേവോസിൽ ആകുന്നുണ്ട്. ഇതേ നേരം തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്ന പോലെ ടൈലർ ഇപ്പോൾ നെവർ മോറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ആ ഒരു സെലിബ്രേഷൻ നടക്കുന്നിടത്ത് കാണിക്കുകയാണെങ്കിൽ ഒരു സോംബി അറ്റാക്ക് ഉണ്ടായെന്ന് കേട്ടപ്പോൾ തന്നെ പക്സ്ലിക്ക് അത് തന്റെ പെറ്റായിട്ടുള്ള സോംബിയാണെന്ന് മനസ്സിലാവുകയും അവനിപ്പോ വളരെ ധൈര്യത്തോടെ ആ ഒരു സോംബി തന്നെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അതിനെ പോയി കാണുമ്പോൾ അത് പണ്ടത്തെ പോലെ അല്ലെന്നും ഇപ്പൊ ഒരു ഹ്യൂമൻ കണക്കിന് ഇരിക്കുന്നതും കണ്ട് പക്സ്ലി ഷോക്ക് ആവുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ ആ ഒരു സോംബിനെ പിടിക്കാനായിട്ട് അവിടേക്ക് പോലീസുകാരൊക്കെ എത്തുമ്പോൾ പക്സ്ലി തന്നെ നല്ലൊരു ഫ്രണ്ട് ആണെന്നും അവൻ കാരണമാണ് ഈ ഒരു രണ്ടാമത്തെ ജീവിതം തനിക്ക് കിട്ടിയതെന്നും തനിക്ക് കിട്ടിയ ഒരു ലൈഫ് ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യരുതെന്നും ഇപ്പൊ ഒരു സോംബി പക്സ്ലിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അതോട് അത്രയും അലിവുണ്ടായിരുന്ന പക്സ്ലി അതിൽ വീണ് പോകുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു സോംബിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് പോലീസുകാരുടെ അടുത്ത് ഇവിടെ ആരും ഇല്ലെന്ന് കള്ളം പറയാണ്. മാത്രമല്ല അവൻ ആ ഒരു സോംബിനെ കണ്ടില്ലെന്ന് അവനിപ്പോൾ അവന്റെ അച്ഛനായിട്ടുള്ള ഗോമസിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ഗോമസ് ഓൾറെഡി ആ ഒരു സോംബിയെ കണ്ടിട്ട് തന്റെ മകൻ കള്ളം പറയുന്നതാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു.
ഇതേ നേരം തന്നെ മോർട്ടീഷ്യ ഇപ്പൊ അവളുടെ വീട്ടിൽ അങ്ങനെ ഇരിക്കെ തന്നെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പേഷ്യന്റ് നമ്പർ 1938 എന്ന ആ ഒരു സ്ത്രീ ഇപ്പോൾ അവിടേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ത്രീയെ കാണുന്ന മോർട്ടീഷ്യ ആകെ ഷോക്ക്ഡ് ആയിട്ട് അവളെ ഫ്രാങ്കോയിസ് എന്ന് വിളിക്കുന്നുണ്ട്. മാത്രമല്ല നീ എങ്ങനെയാണ് ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നതെന്നും നിന്റെ ഫ്യൂണറലിന് ഞാനും ഗോമസും കൂടി വന്നതാലോന്നും മോർട്ടീഷ്യ ചോദിക്കുമ്പോൾ അത് ഈ ജൂഡിയുടെ അച്ഛൻ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണെന്നും അതിനുശേഷം അയാൾക്ക് ഒരു എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോയതാണെന്നൊക്കെ ഫ്രാങ്കോയിസ് ഇപ്പോൾ മോർട്ടീഷ്യക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവൾക്ക് തന്റെ മകനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഹെൽപ്പ് വേണമെന്നും അവർ നെവർമോറിലേക്ക് പോയിരിക്കുകയാണെന്നും ആ ഒരു സ്ത്രീ മോർട്ടീഷ്യയുടെ അടുത്ത് പറയുമ്പോൾ അത് കേട്ട് അവൾ ആകെ തന്നെ ഷോക്ക്ഡ് ആകുന്നുണ്ട്. കാരണം ഈ ഒരു പേഷ്യന്റ് നമ്പർ 1938 ആയിട്ട് അവിടേക്ക് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, പകരം ടൈലറിന്റെ മരിച്ചുപോയിന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന അവന്റെ അമ്മ തന്നെയാണ്. ഇതേ നേരം തന്നെ ടൈലർ ഇപ്പോൾ നെവർമോറിൽ ഒരു സാധാരണ കുട്ടീനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് അവരുടെ ഗ്യാദറിംഗിലൊക്കെ പങ്കെടുക്കെ തന്നെ അവൻ എനിഡിനെയും വെനസ്ഡേനെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം അവരെല്ലാവരും നൈറ്റ് ഷീഡ്സിന്റെ ഒപ്പം സീക്രട്ട് ആയിട്ട് അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്ലാൻ പോലെ തന്നെ എനിഡിനെ കാണുമ്പോൾ ടൈലർ വളരെ വയലന്റ് ആയിട്ട് അവളുടെ പുറകെ വരികയും എനിഡ് മനഃപൂർവ്വം തന്നെ അവനെ ഒരു അടച്ചിട്ട ഒരു ബിൽഡിംഗിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ബാക്കിയുള്ള നൈറ്റ് ഷീഡ്സിന്റെ ആൾക്കാരും അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന നേരത്ത് ബാക്കി കൂടെ വെനസ്ഡേ പതിയെ അവൻ അറിയാണ്ട് നേരത്തെ അവൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കെമിക്കലും എടുത്ത് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കാരണം ആ ഒരു കെമിക്കൽ അവന്റെ മേത്ത് കുത്തിവെച്ച പിന്നീട് വെനസ്ഡേനെ അവൻ മാസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യുകയും അവർ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പൊ വെനസ്ഡേ ടൈലറിനെ കുത്താൻ പോകുന്ന അതേ സമയത്ത് തന്നെ ടൈലറിന് എന്തോ മനസ്സിലായി അവൻ തിരിഞ്ഞ് നേരെ തന്നെ വെനസ്ഡേനെ ഉന്തി തട്ടിക്കളയുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേ വീണ്ടും അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മരുന്നെടുത്ത് അവന് കുത്തിവെക്കാനായിട്ട് വരുന്ന സമയത്ത് തന്നെ അവിടേക്കിപ്പോ വേറൊരു ഹൈഡ് വളരെ സ്പീഡിൽ വന്നിട്ട് ടൈലറിനെ തട്ടി മാറ്റിയിട്ട് വെനസ്ഡേ ആക്രമിക്കാനായിട്ട് നിൽക്കുന്ന നേരം തന്നെ മോർട്ടീഷ്യ അവിടേക്ക് വന്നിട്ട് വെനസ്ഡേനെ ആക്രമിക്കരുതെന്നും നമ്മൾ തമ്മിലൊരു ഡീൽ ഉണ്ടായിരുന്ന കാര്യം ഒരു ഹൈഡിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഈ പുതിയ ഹൈഡിനെ കണ്ട് അന്തം വിട്ട് നിൽക്കാണ് അവരെല്ലാവരും. അങ്ങനെ ഇതിനെക്കുറിച്ച് അവൾ മോർട്ടീഷ്യയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അത് വെനസ്ഡേ തന്നെ ആ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ നിന്ന് റിലീസ് ചെയ്ത പേഷ്യന്റ് നമ്പർ 1938 ആയിട്ടുള്ള ടൈലറിന്റെ അമ്മയാണെന്നും അവളും ഒരു ഹൈഡാണെന്നും ഇപ്പോൾ അവന്റെ അമ്മ തന്നെ അവനെ കൺട്രോളിലാക്കിയിട്ട് ടൈലറിന്റെ മാസ്റ്ററായിട്ട് അവനെ ഇവിടെ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാമെന്ന് അവള് മോർട്ടീഷ്യക്ക് പ്രോമിസ് ചെയ്തതും അതിന് അവൾക്ക് ആകെ കൂടി വേണ്ടത് തന്റെ മകന്റെ സേഫ്റ്റി മാത്രമാണെന്നും മോർട്ടീഷ്യ ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഒരു ഹൈഡ് പറയുന്നത് അമ്മ എന്തിനാണ് വിശ്വസിച്ചത് വെനസ്ഡേ ചോദിക്കുമ്പോൾ ഞാൻ വിശ്വസിച്ചത് ഒരു ഹൈഡ് പറഞ്ഞതല്ലെന്നും പകരം ആ ഒരു ഹൈഡിന്റെ ഉള്ളിലെ അമ്മ പറഞ്ഞതാണെന്നും മോർട്ടീഷ്യ പറയുന്നുണ്ട്. സോ ഇതിലൂടെ ഒക്കെ തന്നെ വെനസ്ഡേ ആകട്ടെ ഇമോഷൻസിനോ ഫാമിലിക്കോ ഒന്നും വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ജീവിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ മോർട്ടീഷ്യക്കാകട്ടെ തന്റെ ഫാമിലിയും ഇമോഷൻസ് ഒക്കെ വളരെ പ്രഷ്യസ് ആണെന്നും ഈ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതിനൊക്കെ ശേഷം ഇപ്പൊ ഗോമസ് വന്നിട്ട് മോർട്ടീഷ്യയുടെ അടുത്ത് ചെന്നിട്ട് പക്സ്ലി അവന്റെ പെറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സോംബിയെ താൻ കണ്ടുവെന്നും അത് മറ്റാരുമല്ല ഐസക് ആണെന്നും അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം ഫ്രാങ്കോയൂസും ജീവനോടെ ഉണ്ടെന്നും മോർട്ടീഷ്യയും ഗോമസിന്റെ അടുത്ത് പറയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ഈ ഔട്ട്കാസ്റ്റുകളൊക്കെ ഇല്ലാണ്ടാക്കണം എന്ന് മാത്രം ചിന്തിച്ച് നടന്നിരുന്ന ജൂഡിയുടെ അടുത്തേക്ക് ആ ഒരു സോംബി എത്തിയിട്ട് അവളെ അറ്റാക്ക് ചെയ്യുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം എനിട്ടാകട്ടെ അവിടെ ഡാൻസ് കളിച്ചിരിക്കെ തന്നെ അവൾ പെട്ടെന്ന് ഒരു വെർവോൾഫ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് പോകുന്നുണ്ട്. കറക്റ്റ് ടൈമിലേക്ക് അവിടേക്ക് മ്യൂസിക് ടീച്ചർ ആയിട്ടുള്ള കാപ്രി എത്തുമ്പോൾ ഫുൾ മൂൺ അല്ലാഞ്ഞിട്ട് പോലും വെർവോൾഫ് ആയിട്ട് പോകുന്ന അവളെ കാണുമ്പോൾ ആകെ അതിശയിച്ച് നിൽക്കുന്ന കാപ്രീനെയും നമ്മളെ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകളും ടോൺസ് ഒക്കെ ഉള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള സീക്വൻസുകൾ കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട വളരെ വർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു ഡ്രാമ തന്നെയാണിത്. കാരണം ഇതിന്റെ ഓരോ സീൻസ് ആയാലും നമുക്ക് ഒട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ ഈ ഒരു അടിപൊളി ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ വിശ്വസിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ till then take care and bye bye.